നമസ്കാരം. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ കൃത്രിമം നടത്തിയെന്ന ആരോപണത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വീണ്ടും തള്ളിക്കളഞ്ഞു. വൈറസോ ബഗ്ഗോ മെഷീനുകളെ ബാധിക്കുന്ന പ്രശ്നമില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അസന്നിഗ്ധമായി വ്യക്തമാക്കി. ഡൽഹി തെരഞ്ഞെടുപ്പ് ഷെഡ്യൂൾ പുറത്തുവിട്ടുകൊണ്ടുള്ള മാധ്യമ സമ്മേളനത്തിലാണ് കമ്മീഷൻ ഇക്കാര്യം പറഞ്ഞത്. ഇവിഎമ്മിൽ വിശ്വാസ്യതയില്ലായ്മയോ പോരായ്മയോ ഇല്ലെന്നും ഇവിഎമ്മിൽ കൃത്രിമം കാണിക്കുന്നത് സാധ്യമല്ലെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറാണ് മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇവിഎമ്മിൽ വൈറസോ ബഗ്ഗോ അവതരിപ്പിക്കുന്ന പ്രശ്നമില്ല. ഇവിഎമ്മിൽ അസാധുവായ വോട്ടുകളെ കുറിച്ചുള്ള ചോദ്യമില്ലെന്നും കൃത്രിമത്വം സാധ്യമല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഹൈക്കോടതികളും സുപ്രീം കോടതിയും വർഷങ്ങളായി വ്യത്യസ്ത വിധികളിൽ ഇത് തുടർച്ചയായി പറഞ്ഞിട്ടുണ്ടെന്നും കുമാർ പറഞ്ഞു. ഇവിഎമ്മുകൾ വോട്ടുകൾ കൃത്യമായി രേഖപ്പെടുത്താനുള്ള ഉപകരണങ്ങളാണ്. അത് സംബന്ധിച്ച് പുറത്തു വന്ന ടാമ്പറിംഗ് ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ്. തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇക്കാര്യം സംസാരിക്കാനാവാത്തതിനാലാണ് ഞങ്ങൾ ഇപ്പോൾ സംസാരിക്കുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ ഇവിഎമ്മിൽ കൃത്രിമം നടന്നതായി പ്രതിപക്ഷ നേതാക്കൾ ആരോപണം ഉന്നയിച്ചിരുന്നു. അടുത്തിടെ ശിവസേനയുടെ സഞ്ജയ് റാവത്ത് മഹാരാഷ്ട്ര, ഹരിയാന തെരഞ്ഞെടുപ്പ് ഫലങ്ങളെ ചോദ്യം ചെയ്ത് ഇവിഎം തട്ടിപ്പിനെ കുറിച്ച് സൂചന നൽകി. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ഇവിഎം വിഷയത്തിൽ സംശയം പ്രകടിപ്പിക്കുകയുണ്ടായി. പോൾ ചെയ്ത വോട്ടും എണ്ണിയ വോട്ടും തമ്മിലുള്ള പൊരുത്തക്കേടും ആകെ പോൾ ചെയ്ത വോട്ടുകളുടെ കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രഖ്യാപനത്തിൽ വലിയ ശതമാനത്തിന്റെ വ്യതിയാനമുണ്ടാകുന്നതും എങ്ങനെയെന്ന ചോദ്യം കോൺഗ്രസ് ഉയർത്തിയിരുന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം പഠനം നടത്തിയ സെന്റർ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ്, ടീസ്റ്റ സെത്തൽവാദിന്റെ നേതൃത്വത്തിലുള്ള NGO എന്നിവരും സമാനമായ സംശയം പ്രകടിപ്പിച്ചിരുന്നു. 79 മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പിനെ കുറിച്ച് അവർ ഉന്നയിച്ച സംശയത്തിന് ഉന്നയിച്ച് 5 മാസം കഴിഞ്ഞിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി കൊടുത്തിട്ടില്ല. ഈ മണ്ഡലങ്ങളിൽ കേരളത്തിലെ തൃശൂർ ഉൾപ്പെടെ ഏതാണ്ട് എല്ലാ മണ്ഡലങ്ങളിലും BJP-യാണ് ജയിച്ചത് എന്നും അവർ ചൂണ്ടിക്കാട്ടിയിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇവിഎം പരിശുദ്ധമാണ് എന്ന് ആണയിടുമ്പോഴും ഒരു ചോദ്യം പ്രസക്തമാണ്. അത്ര വിശ്വാസ്യത ഇവിഎമ്മിനുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് VVPAT സ്ഥാപിച്ചത്? അവർ ചെയ്യുന്ന വോട്ടിൽ ജനങ്ങൾക്ക് വിശ്വാസം ജനിപ്പിക്കാനാണ് VVPAT സ്ഥാപിച്ചതെങ്കിൽ ജനങ്ങൾ വിശ്വസിക്കുന്ന VVPAT സ്ലിപ്പുകളല്ലേ എണ്ണേണ്ടത്? എന്തുകൊണ്ട് അത് പൂർണ്ണമായും എണ്ണുന്നില്ല എന്നത് വലിയ ഒരു ചോദ്യമാണ്. നേരത്തെ ഉന്നയിച്ച സംശയങ്ങൾ വൈകിയെങ്കിലും ദൂരീകരിക്കുന്ന കൂട്ടത്തിൽ ഈ ചോദ്യങ്ങൾക്കും കമ്മീഷൻ ഉത്തരം നൽകുമെന്ന് പ്രതീക്ഷിക്കാം.